സേഫ് സെല്ലുലാബ്ദീൻ ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി സേഫ് മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. രാജിവെക്കുന്ന ആരും കരുതേണ്ട എന്നും പറയുന്നു. ഒപ്പം മാധ്യമങ്ങൾക്കാണ് പഴി. എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ശേഷം ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? മുഖ്യമന്ത്രിയുടെയും CPM നിലപാട് എന്താണ്? 24 മണിക്കൂർ കൊണ്ടാണ് ജീന കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇന്നലെ രാവിലെ ബിന്ദു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു ചില കാര്യങ്ങൾ പറയുന്നു. ഗണേശിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഗണേശ് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് ചില ആരോപണങ്ങൾ ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കൂടെ. അവരുടെ ഫോട്ടോ എടുത്തതിന് പിന്നാലെ തൻ്റെ ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫുകളെ ഗണേഷ് നിയോഗിച്ചു. പോലീസിനെ വിളിച്ചിട്ട് സഹായങ്ങൾ ലഭ്യമായില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ബിന്ദു ഇന്നലെ മുന്നോട്ട് വെച്ചത്. അത് വലിയ രീതിയിൽ വളർന്ന് ഒരു രാജിയിലേക്ക് പോലും പോകുന്ന തരത്തിൽ അതിൻ്റെ വളർച്ച ഉണ്ടായ ഘട്ടത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ബിന്ദുവിനെ വിളിച്ച് മാപ്പ് പറയാൻ വേണ്ടി ഗണേഷ് കുമാർ ശ്രമിച്ചു. രാത്രി ബിന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തിരുന്നില്ല. അങ്ങനെ സഹോദരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം വീട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബിന്ദുവിനെ വിളിച്ച് ക്ഷമാപണം നടത്തി. ആ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾക്കിടയിൽ നിന്നാൽ മതി എന്ന നിലപാട് അവരെ അറിയിച്ചു. അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ബിന്ദു ആ മാപ്പ് പറച്ചിലിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. താൻ ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ മാപ്പ് തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ഇമോഷണൽ ഔട്ട്ബ്രേക്കിൻ്റെ ഭാഗമായിട്ടാണ് താൻ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത്. തനിക്ക് ഒരു പരാതിയുമില്ല, താൻ എവിടെയും പരാതി കൊടുക്കാനും പോകുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ പരിഹരിച്ചോളാം എന്ന നിലപാട് ബിന്ദു സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിൽ മറ്റൊരാൾ ഇടപെടേണ്ടതില്ല എന്ന ധ്വനി കൂടി ആ വാചകത്തിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗണേഷ് കുമാർ കണ്ടത്. ഗണേഷ് കുമാർ കണ്ടതിന് ശേഷം ആ കാര്യങ്ങൾ വിശദീകരിച്ചു. കുടുംബപരമായിട്ടുള്ള ചില തർക്കങ്ങളാണ്, അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടില്ല എന്ന് മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. അതിനൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ CPM നേതൃത്വത്തിന് മുന്നിലും ചില കാര്യങ്ങൾ ഗണേഷ് കുമാർ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബിന്ദുവിൻ്റെ ഫോണിൽ ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് പുറത്തു വരില്ല എന്നുള്ള ഉറപ്പ് ഗണേഷ് കുമാർ പാർട്ടി നേതൃത്വത്തിനും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നതിനിടയിൽ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജിവെക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിലുടനീളം അത് പ്രതിപക്ഷം പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞുവെങ്കിലും ഇത് അങ്ങനെ അങ്ങ് തീരുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കടക്കം രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല തുടങ്ങി രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ പ്രതിഷേധവുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സൂചന തന്നെയാണുള്ളത്. അത് രാഷ്ട്രീയം ആണ് ജീന. ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിയമപരമായ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായി അതിനകത്ത് നിലനിൽക്കുന്ന കേസല്ല അത്. കാരണം പരാതി കൊടുക്കുകയാണെങ്കിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം അത് നിലനിന്നേനെ. അഡൽട്ടറി നിലനിൽക്കില്ല. ഗാർഹിക പീഡന നിരോധന നിയമം മാത്രമാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. അഡൽട്ടറി വേണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ, കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവ് പരാതി നൽകിയാൽ മാത്രമേ അഡൽട്ടറി അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഈ ബിന്ദു പരാതി കൊടുത്തെങ്കിൽ അത് വരുമായിരുന്നു. അങ്ങനെ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഗണേഷ് കുമാർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി അതിനെ നേരിടുക എന്നുള്ളത് സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇടതുമുന്നണി എന്ത് ചെയ്തോ അതേപോലെ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുക. ഈ രണ്ട് കേസ് ഒരേപോലെയാണെന്ന് സമീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. രണ്ട് കേസും വ്യത്യസ്തമാണ്. കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസാണ് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. രാഷ്ട്രീയമായി അതിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് സമരമുറകളൊന്നും തന്നെ അവർ ഉദ്ദേശിക്കുന്നില്ല. അവർ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കടന്ന് മറ്റെന്തെങ്കിലും കടുത്ത നടപടിയിലേക്കൊന്നും അവർക്ക് പോകാൻ കഴിയില്ല. അതൊരു 3-4 ദിവസം എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇടതുമുന്നണി നേതൃത്വം കണക്ക് കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന തിരക്കിലേക്ക് പോകും. അപ്പോൾ ഈ വിഷയം സ്വാഭാവികമായിട്ടും ഒന്നണയും എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കുറച്ച് ദിവസം കൂടി തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ജീന, ശരി. സേഫ് സെല്ലുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.